തിരുവചനപ്രഭയിൽ ഉണരാം, പുതുതാകാം, പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. തിരുവചനപ്രഭയിൽ ഉണരാം, പുതുതാകാം, പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത. പൂർവപിതാക്കളിൽ ഈശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം. പൂർവപിതാക്കളിൽ ഈശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം. സ്തുതികൾ പാടിടാം, താണുവണങ്ങിടാം. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം ഇന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. നവീകരിക്കണമേ നാഥാ തിരുസഭയെ, പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. നവീകരിക്കണമേ നാഥാ തിരുസഭയെ, പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയുണ്ട്. എങ്ങനെ സന്തോഷമുള്ളവരായിരിക്കാം? എനിക്ക് എന്ത് ലഭിച്ചാൽ ഞാൻ സന്തോഷമുള്ളവനാകും? ഈ സന്തോഷത്തിനു വേണ്ടി പലരും പല കാര്യങ്ങൾ അന്വേഷിക്കുന്നു, സ്വന്തമാക്കുന്നു. എന്നാൽ ഇതൊന്നും മനുഷ്യന് ശാശ്വതമായ ഒരു സന്തോഷം നൽകുന്നില്ല എന്ന വസ്തുത മനുഷ്യൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊച്ചു കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് കിട്ടുമ്പോൾ, ഒരു മിഠായി കിട്ടുമ്പോൾ ആ കുട്ടിക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ ആ ചോക്ലേറ്റ് തീർന്നു കഴിയുമ്പോൾ ആ കുട്ടിക്ക് വലിയ ദുഃഖമാണ്. ഇത് തീർന്നു പോയല്ലോ എന്നുള്ള ദുഃഖം. അപ്പോൾ ചോക്ലേറ്റ് കിട്ടിയപ്പോഴുള്ള സന്തോഷം അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളായിരുന്നു. മറ്റ് ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത ചില സംഗതികൾ ലഭിച്ചാൽ അവർക്ക് സന്തോഷമുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. സ്വന്തം വീടില്ലാത്ത ഒരാൾ ഒരു ഭവനമുണ്ടായി കഴിയുമ്പോൾ വലിയ സന്തോഷമാണ്. പക്ഷേ ആ ഭവനത്തിൽ വന്ന് താമസിച്ച് അല്പകാലം കഴിയുമ്പോൾ ആ സന്തോഷമൊക്കെ അങ്ങ് തണുത്തു പോകും. ആദ്യത്തെ സന്തോഷം പിന്നെ കാണുകയില്ല. വിവാഹം കഴിക്കാത്ത ആൾക്കാരുടെ ഒരു വലിയ ചിന്തയാണ് വിവാഹം കഴിഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കുമെന്ന്. എന്നാൽ വിവാഹം കഴിയുമ്പോഴാണ് അല്പകാലത്തിനുള്ളിൽ ആ സന്തോഷം പലർക്കും ഇല്ലാതെയാകും. അപ്പോൾ നമുക്കില്ലാത്ത ഒരു കാര്യം ലഭിക്കുമ്പോഴാണോ നമുക്ക് യഥാർത്ഥ സന്തോഷം കിട്ടുന്നത്?
സന്തോഷം നൽകുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന പല സംഗതികളും താൽക്കാലികമായ സന്തോഷം മാത്രമേ നമുക്ക് നൽകുന്നുള്ളൂ. അപ്പോൾ യഥാർത്ഥ സന്തോഷം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഒരു കാര്യം വളരെ വ്യക്തമാണ്. മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുവാൻ സാധിക്കുകയില്ല. മറ്റു വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുവാൻ പര്യാപ്തമല്ല. നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകണം. എൻ്റെ സന്തോഷം എന്നിലുണ്ടാകണം. ആ സന്തോഷം എങ്ങനെയാണ് എന്നിൽ ഉണ്ടാകുന്നത്? ഇത് നമ്മുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റങ്ങളിലൂടെയാണ് ഉണ്ടാകേണ്ടത്. മനോഭാവത്തിലെ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും സംതൃപ്തരല്ല. എന്ത് ചോദിച്ചാലും അവർ അസംതൃപ്തിയുടെ ഒരു വാക്കായിരിക്കും പറയുന്നത്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചാൽ പറയും, ഓ അതൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. സാമ്പത്തിക ശേഷി ഇല്ലാത്തപ്പോൾ അവരുടെ പരാതി സമ്പത്തില്ലാത്തതിലുള്ള വിഷമമാണ്. സമ്പത്തുണ്ടായി കഴിയുമ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയും, ആ കാശൊക്കെ ഉണ്ട്, എന്നാലും അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഒരിക്കലും അവരുടെ ജീവിതത്തിൽ സംതൃപ്തിയുടെ ഒരു മനോഭാവം ഉണ്ടാകത്തില്ല. അപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു സംതൃപ്തിയാണ്. അത് നമ്മുടെ മനോഭാവത്തിൽ നിന്ന് മാത്രമേ ആ സംതൃപ്തി നമുക്കുണ്ടാകുകയുള്ളൂ. പൗലോസ് പറയുന്നു, ഉള്ള അവസ്ഥയിലും ഇല്ലാത്ത അവസ്ഥയിലും സംതൃപ്തനായിരിക്കാൻ എനിക്ക് സാധിക്കും. അതാണ് യഥാർത്ഥ സംതൃപ്തി എന്ന് പറയുന്നത്. ആയിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തി കൊള്ളുക, ലഭിച്ചിട്ടുള്ളതിൽ സംതൃപ്തി കൊള്ളുക. ആ സംതൃപ്തിയാണ് നമ്മളിൽ ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യാശയുടെ മനോഭാവം അല്ലെ പ്രതികരണം ഉണ്ടാക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റം, അത് പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എല്ലായ്പ്പോഴും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സ്തോത്രം ചെയ്യുവാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ എങ്ങനെയാണ് സ്തോത്രം ചെയ്യുവാൻ സാധിക്കുന്നത്? സാമ്പത്തിക തകർച്ച ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സ്തോത്രം ചെയ്യുവാൻ സാധിക്കുന്നത്? പൗലോസിന് അങ്ങനെ പറയാം. എന്നാൽ നമ്മുടെ ജീവിതാനുഭവത്തിൽ അങ്ങനെ സ്തോത്രം ചെയ്യുവാൻ സാധ്യമാണോ എന്ന് പല ആളുകളും ചോദിക്കും. പൗലോസിന് ജീവിത അനുഭവങ്ങൾ അനുകൂലമായി തീർന്ന സാഹചര്യത്തിലല്ല പൗലോസ് സ്തോത്രം ചെയ്യുന്നത്. 1 അടി ലഭിച്ചപ്പോൾ സ്തോത്രം പറയുവാൻ പൗലോസിനെ കൊണ്ട് സാധിക്കുന്നു. കൈയും കാലും ആമത്തിലിട്ട് ജയിലിലായിരുന്നപ്പോൾ സ്തോത്രം ചെയ്യുവാൻ പൗലോസിന് സാധിക്കുന്നു. കപ്പൽ ഛേദത്തിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകാമെന്നുള്ള അവസ്ഥയിലെത്തുമ്പോഴും പൗലോസ് സ്തോത്രം ചെയ്യുക. ഇതെങ്ങനെയാ എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുവാൻ സാധിക്കുന്നത്? ഈ സ്തോത്രം എന്ന് പറയുന്നത് ഞാൻ പറയും ഒരു തെറപ്പിയാണ്. ഇതൊരു ചികിത്സാ സമ്പ്രദായമാണ്. ഞാനിതിന് പേര് കൊടുക്കുന്ന സ്തോത്രം തെറാപ്പി എന്നാണ്. സ്തോത്രം തെറാപ്പി എന്ന് പറഞ്ഞാൽ ഈ സൈക്കോതെറാപ്പിയിൽ വിവിധ രീതിയിലുള്ള തെറപ്പികളൊക്കെ ഉണ്ട്, ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. ഇത് നല്ല ഒരു സൈക്കോതെറാപ്പിയാണ് സ്തോത്രം തെറാപ്പി എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലും അത് അനുകൂലമാകാം,
പ്രതികൂലമാകാം. അവിടെ സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത അനുഭവത്തെ തന്നെ, അതിൻ്റെ കാഴ്ചപ്പാടിനെ തന്നെ അത് മാറ്റിമറിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികരണത്തെ അത് മാറ്റിമറിക്കും. നമ്മുടെ മനോഭാവത്തിൽ വ്യത്യാസമുണ്ടാകും. ജീവിത അനുഭവങ്ങളിലൊക്കെ ഒന്ന് സ്തോത്രം പറഞ്ഞ് നോക്കിക്കേ, എന്തൊരു വ്യത്യാസം അവിടെ ഉണ്ടാകുമെന്നറിയാവോ? ഒരു സംതൃപ്തിയുടെ അനുഭവം അവിടെ ഉണ്ടാകും. ഈ സ്തോത്രം പറയുക എന്ന ആ ഒരവസ്ഥയിലേക്ക് എങ്ങനെ നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും? വീണ്ടും പൗലോസ് അപ്പോസ്തലൻ്റെ ഉദാഹരണം തന്നെ നമുക്ക് എടുക്കാം. പൗലോസ് സുവിശേഷം അറിയിക്കുന്നതിൽ വളരെ വ്യഗ്രതയുള്ളവനായിരുന്നു. എങ്ങനെയും ലോകം മുഴുവനും സുവിശേഷം അറിയിക്കണം. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിപ്പാനായിട്ട് ഉള്ള ദൗത്യം പൗലോസ് ഏറ്റെടുത്തു. അന്ന് അറിയപ്പെടുന്ന ഭൂമിയുടെ ഒരറ്റം എന്ന് പറയുന്നത് സ്പാന്യ അല്ലെങ്കിൽ സ്പെയിൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ പൗലോസ് ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കുന്നതിന് ഭാഗമായി സ്പെയിനിലേക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ സ്പെയിനിൽ ചെന്ന് കർത്താവിനെക്കുറിച്ച് പറഞ്ഞ് സുവിശേഷം അറിയിച്ച് ആ സ്പെയിൻ പട്ടണത്തെ, ദേശത്തെ ദൈവത്തിന് വേണ്ടി വീണ്ടെടുക്കണം എന്നുള്ളതാണ് പൗലോസ് ആഗ്രഹിച്ചത്. അങ്ങനെ ആഗ്രഹിച്ച് പൗലോസ് ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ മാർഗമധ്യേ പൗലോസ് ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തി. സ്പെയിനിൽ പോകേണ്ട പൗലോസ് ജയിലിൽ അകപ്പെട്ടു. സ്പെയിനിൽ പോയാൽ അനേകരെ സുവിശേഷം അറിയിച്ച് അവരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരാം. എന്നാൽ ജയിലിൽ പോകുന്നത് കൊണ്ട് എന്താ പ്രയോജനം? പൗലോസ് നമുക്ക് ഒരു വലിയ ഫിലോസഫി നൽകിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എവറിഥിങ് വർക്കത്ത് ഫോർ ഗുഡ്. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന് പൗലോസ് പറവാനുള്ള കാരണം എന്നാ? സ്പെയിനിൽ പോകേണ്ട പൗലോസ് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് എങ്ങനെ പൗലോസിന് പറയാൻ സാധിക്കും? പക്ഷേ പൗലോസ് തൻ്റെ ഫിലോസഫിയിൽ ഉറച്ചു നിൽക്കുക. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതെ, പൗലോസ് ജയിലിൽ പോയതുകൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ? പൗലോസ് ജയിലിൽ പോയതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? നമ്മൾ മനസ്സിലാക്കണം, ജയിലിൽ പോയ പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ട് അവന് എഴുതിയ ലേഖനങ്ങളാണ് പ്രിസൺ ലെറ്റേഴ്സ് അല്ലെങ്കിൽ കാരാഗ്രഹ ലേഖനം എന്നറിയപ്പെടുന്നത്. ഈ കാരാഗ്രഹ ലേഖനങ്ങൾ നമ്മുടെ വേദപുസ്തകത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നിലയിൽ നമുക്ക് വേദപുസ്തകം കിട്ടിയത് പൗലോസ് ജയിലിൽ പോയതുകൊണ്ടാണ്. സ്പെയിനിൽ പോയതായിരുന്നെങ്കിൽ ഈ നിലയിൽ വേദപുസ്തകം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ പൗലോസ് ജയിലിൽ പോയിട്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? ജയിലിൽ പോയതുകൊണ്ട് ഇന്നത്തെ നിലയിൽ വേദപുസ്തകം നമുക്ക് കിട്ടി. അപ്പോൾ പൗലോസിന് പറയാൻ സാധിക്കും, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പൗലോസ് ജയിലിൽ കിടന്ന സമയത്ത് അവിടെ പൗലോസിനെ കാവൽ ചെയ്യാനായിട്ട് അകമ്പടി പട്ടാളക്കാർ, പാലസ് ഗാർഡ് എന്ന് പറയുന്ന ആളുകളെ നിയമിച്ചിരുന്നു. ഓരോരുത്തർ വന്ന് പൗലോസിനെ കുറേ മണിക്കൂർ നേരം കാവൽ നിൽക്കും.
അവരുടെ ഊഴം കഴിയുമ്പോൾ മറ്റു കുറേ ആളുകൾ വന്ന് കാവൽ നിൽക്കും. തനിക്ക് കാവൽ നിന്ന ചെറുപ്പക്കാരോട്, ഈ പാലസ് ഗാർഡ് അല്ലെങ്കിൽ അകമ്പടി പട്ടാളക്കാരോട് പൗലോസ് എന്താ ചെയ്തെന്നറിയാവോ? പൗലോസ് അവരോട് സുവിശേഷം അറിയിച്ചു. അവർ തനിക്ക് കാവൽ നിൽക്കുമ്പോൾ പൗലോസ് അവിടെ കിടന്ന് ഉറങ്ങുകയല്ല, അവരോട് സുവിശേഷം അറിയിച്ചു. അവരോട് സുവിശേഷം അറിയിച്ചതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചതെന്നറിയാവോ? തനിക്ക് കാവൽ നിന്ന എല്ലാ അകമ്പടി പട്ടാളക്കാരോടും സുവിശേഷം അറിയിപ്പാനായിട്ടുള്ള ഒരവസരം പൗലോസിനെ ലഭിക്കുകയത്രേ ചെയ്യുന്നത്. അതിൻ്റെ ഫലമായി 500-ലധികം അകമ്പടി പട്ടാളക്കാർ മാനസാന്തരപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പൗലോസ് സ്പെയിനിൽ പോയതായിരുന്നെങ്കിൽ ഒരിക്കലും സുവിശേഷം കേൾക്കുവാൻ സാധ്യതയില്ലാതിരുന്ന ഈ അകമ്പടി പട്ടാളക്കാർ സുവിശേഷം കേൾക്കുകയും അവർ മാനസാന്തരപ്പെടുകയും ചെയ്യുമോ? പൗലോസ് ജയിലിൽ പോയത് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? മൂന്നാമത്, പൗലോസ് ജയിലിൽ കിടക്കുന്ന സമയത്ത് അവിടുത്തെ ലോക്കൽ ചർച്ച്, പ്രാദേശിക സഭ, അന്ന് ഏകദേശം കുഴിച്ചു മൂടപ്പെടാറായ ഒരു അവസ്ഥയിലായിരുന്നു. ജീവനൊക്കെ നഷ്ടപ്പെട്ട് അവർ ഏകദേശമൊക്കെ തീരാറായ ഒരവസ്ഥയായിരുന്നു. പൗലോസ് ജയിലിൽ കിടന്നപ്പോൾ ഇതിലെ ചില ആളുകൾ പൗലോസിനെ സന്ദർശിപ്പാനായിട്ട് വന്നു. തന്നെ സന്ദർശിപ്പാനായിട്ട് വന്ന സഹോദരങ്ങളോട് പൗലോസ് അവരെ ഉത്തേജിപ്പിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അവരുത്തേജിതരായി. അവർ മടങ്ങിച്ചെന്ന് ഈ പ്രാദേശിക സഭയെ അവർ ഉണർത്തി. അതിൻ്റെ ഫലമായിട്ട് ഈ പ്രാദേശിക സഭ ജീവനും ചൈതന്യവുമുള്ള സഭയായിട്ട് മാറി. കുഴിച്ചു മൂടപ്പെടാറായ സഭ ജീവനും ചൈതന്യവുമുള്ള സഭയായി മാറുവാൻ കാരണം പൗലോസ് ജയിലിൽ പോയതുകൊണ്ടാണ്. അപ്പോൾ സ്പെയിനിൽ പോകേണ്ട പൗലോസ് ജയിലിൽ പോയതുകൊണ്ട് എന്താ പ്രയോജനം? ഒന്ന്, ഇന്നത്തെ രീതിയിലുള്ള വേദപുസ്തകം നമുക്ക് കിട്ടി. 2, അകമ്പടി പട്ടാളക്കാർ മാനസാന്തരപ്പെട്ടു. 3, പ്രാദേശിക സഭ ജീവനുള്ള സഭയായിട്ട് മാറി. പൗലോസിന് സധൈര്യം പറയുവാൻ സാധിക്കും, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പൗലോസിനോട് ചേർന്ന് നമുക്കും പറയുവാൻ സാധിക്കണം, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മുടെ ജീവിത അനുഭവങ്ങളെല്ലാം അനുകൂലത്തിൻ്റെ അനുഭവമായിരിക്കത്തില്ല. പ്രതിസന്ധികളുടെ അനുഭവങ്ങളുണ്ടാകാം, തകർച്ചയുടെ അനുഭവങ്ങളുണ്ടാകാം. ഞാൻ തകർന്നുപോയി, തീർന്നുപോയി എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളുണ്ടാകാം. ആ അനുഭവങ്ങളിലൊക്കെ സ്തോത്രം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. എന്നാൽ ആ അനുഭവങ്ങളിലേക്ക് നമ്മൾ ഇന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരു പക്ഷേ നമുക്ക് സ്തോത്രം പറയുവാൻ സാധിക്കും. നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകും. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞകാല അനുഭവങ്ങളിലേക്ക് നമ്മൾ എങ്ങനെയാണ് തിരിഞ്ഞു നോക്കേണ്ടത്? പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ കരം എനിക്ക് കാണുവാൻ സാധിച്ചു. അതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രോഗത്തിന് സൗഖ്യം തന്നപ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയൊരു കരം ഞാൻ കണ്ടു. എൻ്റെ വലിയ പ്രതിസന്ധിക്ക് പരിഹാരം കിട്ടിയപ്പോൾ അവിടെ ഞാൻ ദൈവത്തിൻ്റെ കരം കണ്ടു. വലിയ ഒരു അപകടത്തിൽ നിന്ന്
വിടുതൽ ലഭിച്ചപ്പോൾ അവിടെ ഞാൻ ദൈവത്തിൻ്റെ കരം കണ്ടു. ഇങ്ങനെ നമ്മൾ പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അങ്ങനെ ദൈവകരം കാണുവാൻ സാധിച്ചാൽ അത് വളരെ നല്ല സംഗതി. എന്നാൽ എനിക്ക് പറയുവാനുള്ളത്, ഈ അനുഭവങ്ങളിലൂടെ ദൈവകരം കാണുക എന്നുള്ളതിനേക്കാൾ മെച്ചമായത് ദൈവത്തോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ അനുഭവങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. അനുഭവങ്ങളിലൂടെ ദൈവത്തെ കാണുകയല്ല, ദൈവത്തിൽ നിന്നുകൊണ്ട് അനുഭവത്തെ കാണുക. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. സ്തോത്രം ചെയ്യാതിരിക്കാൻ ഒക്കുമോ? എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ ഒക്കുമോ? അങ്ങനെ ദൈവത്തോടു കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം വ്യത്യസ്തമാകും. നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ടാകും. നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റമുണ്ടാകും. നമ്മുടെ ബന്ധങ്ങളിൽ മാറ്റമുണ്ടാകും. ദൈവത്തോടുകൂടെ ചേർന്ന് നിന്ന് ജീവിതാനുഭവങ്ങളെ കാണുന്നവന് എല്ലായ്പ്പോഴും സ്തോത്രം പറയുവാൻ സാധിക്കും. സ്തോത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ മനോഭാവത്തിൽ വലിയ മാറ്റമുണ്ടാകും. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നമുക്ക് പറവാനായിട്ട് സാധിക്കും. ആ ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സംതൃപ്തിയുടെ അനുഭവം എന്ന് പറയുന്നത്. എങ്ങനെ സന്തോഷം കണ്ടെത്താം, എങ്ങനെ സംതൃപ്തി ഉണ്ടാകാം, ഇത് നമ്മളെല്ലാവരും ചിന്തിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. നമുക്ക് ലഭിക്കുന്ന വസ്തുക്കളല്ല നമുക്ക് സന്തോഷം തരുന്നത്. നമുക്ക് കിട്ടുന്ന ഉയർച്ച, പ്രൊമോഷൻ, അല്ലെന്നു വരികിൽ സാമ്പത്തികമായ വളർച്ച, ഇതൊന്നുമല്ല നമുക്ക് സന്തോഷം തരുന്നത്, സംതൃപ്തി തരുന്നത്. നിന്റെ സംതൃപ്തി നീ തന്നെ കണ്ടെത്തിയേ മതിയാകൂ. മറ്റൊരാൾക്ക് നിനക്ക് സന്തോഷമോ സംതൃപ്തിയോ തരുവാൻ സാധിക്കുകയില്ല. നീ നിന്നിൽ തന്നെ സംതൃപ്തി കണ്ടെത്തണം, സന്തോഷം കണ്ടെത്തണം. അതെങ്ങനെ സാധിക്കും? നീ ദൈവത്തോടുകൂടെ ചേർന്ന് നിന്ന് നിൻ്റെ ജീവിതത്തെ ഒന്ന് കണ്ടു നോക്കിക്കേ. നീ സംതൃപ്തിയുള്ളവനാകും, നീ സന്തോഷമുള്ളവനാകും. നമ്മുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകും, ജീവിത അർത്ഥങ്ങൾ മാറ്റപ്പെടും. ദൈവം ഈ ഒരു സംതൃപ്തിയും സന്തോഷവും അനുഭവിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാനിവിടെ ഈ വചനങ്ങളെ നിർത്തുന്നു.